പശ്ചിമേഷ്യൻ സമുദ്രമേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത ശീതയുദ്ധം ഇപ്പോൾ അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ച് അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ഒമാൻ ഉൾക്കടലിൽ വെച്ച് ഇറാന്റെ സിവിലിയൻ പതാക വഹിച്ച ഒരു ചരക്ക് കപ്പലിന് നേരെ അമേരിക്കൻ നാവികസേന വെടിയുതിർക്കുകയും അത് നിയമവിരുദ്ധമായി പിടിച്ചെടുക്കുകയും ചെയ്തതോടെയാണ് പുതിയ തർക്കങ്ങൾക്ക് തുടക്കമായത്. ഇതിനു മറുപടിയായി ഇറാൻ തങ്ങളുടെ തിരിച്ചടി അമേരിക്കയിൽ മാത്രം ഒതുക്കാതെ വാഷിംഗ്ടണിന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഫ്രഞ്ച് ഉടമസ്ഥതയിലുള്ള ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണം ഈ പുതിയ തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനിലെ സ്വാധീന ശക്തിയായ മുജ്തബ ഖമേനിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരം കടുത്ത നടപടികൾക്ക് നിർദ്ദേശമുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫ്രഞ്ച് കപ്പലിന് നേരെ വെടിവെപ്പുണ്ടായതായും കപ്പലിന്റെ ചില ഭാഗങ്ങൾ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭാഗ്യവശാൽ കപ്പലിലെ ജീവനക്കാർക്കാർക്കും പരിക്കേറ്റിട്ടില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം. അമേരിക്കൻ ഉപരോധം മൂലം ഇറാന്റെ സമ്പദ് വ്യവസ്ഥ ശ്വാസം മുട്ടുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ലോകത്തെ പ്രധാനപ്പെട്ട ജലപാതകളിൽ സുരക്ഷയുണ്ടാകില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ടെഹ്റാൻ നൽകുന്നത്. ഹോർമൂസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ പാതകൾ തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും അവിടെ തങ്ങളെ വെല്ലുവിളിക്കുന്നവർക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നും ഇറാൻ പറയാതെ പറയുന്നു. അമേരിക്ക നടത്തുന്ന ഓരോ കടന്നുകയറ്റത്തിനും പകരമായി മേഖലയിലെ മറ്റ് പാശ്ചാത്യ ശക്തികളെ ലക്ഷ്യം വെക്കുന്ന ഇറാന്റെ ഈ നീക്കം യൂറോപ്യൻ രാജ്യങ്ങളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം ഏറെ സങ്കീർണമാണ്. സ്വന്തം തീരുമാനപ്രകാരമല്ലാതെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാശിയുടെ പേരിൽ തങ്ങളുടെ വ്യാപാര കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത് യൂറോപ്യൻ തലസ്ഥാനങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. വാഷിംഗ്ടണിന്റെ സൈനിക നീക്കങ്ങൾ തങ്ങളെ ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് അനാവശ്യമായി വലിച്ചിഴയ്ക്കുകയാണോ എന്ന ചിന്ത ലണ്ടനിലും പാരീസിലും ബെർലിനിലും ശക്തമാവുകയാണ്. എണ്ണവില കുതിച്ചുയരാനും ആഗോള വിപണി തകരാനും കാരണമാകുന്ന ഇത്തരം സംഭവങ്ങൾ യൂറോപ്പിന്റെ സാമ്പത്തിക ഭദ്രതയെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. ഓരോ പുതിയ ആക്രമണവും ഓരോ മുന്നറിയിപ്പ് വെടിയുണ്ടകളും മേഖലയിലെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയാണ്. നയതന്ത്ര പരിഹാരങ്ങൾക്കുള്ള സമയം അതിവേഗം അവസാനിക്കുമ്പോൾ കടലിലെ ഇത്തരം ഏറ്റുമുട്ടലുകൾ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഒരു ചെറിയ പിശക് പോലും വൻ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഈ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും അപകടകരമായ മേഖലയായി മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് സമാധാന ശ്രമങ്ങൾ ഊർജിതമാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകൾ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടാനും അത് ആഗോളതലത്തിൽ വലിയ ഇന്ധന പ്രതിസന്ധിക്ക് കാരണമാകാനും സാധ്യതയുണ്ട്.